തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ലോറി തട്ടിക്കൊണ്ടുപോയ കേസിൽ തമിഴ്നാട് സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർത്താണ്ഡ സ്വദേശി രാജേഷ്, കാഞ്ഞിരങ്കോട് സ്വദേശി എഡ്വിൻ എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘവും വിഴിഞ്ഞം പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ 11-ാം തീയതിയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്നും ഓട്ടം വിളിച്ച് വിഴിഞ്ഞത്ത് എത്തിച്ച ശേഷം ലോറി ഡ്രൈവറോട് ഭക്ഷണം കഴിച്ചു വരാൻ പ്രതികൾ ആവശ്യപ്പെടുകയും പിന്നാലെ തട്ടിയെടുക്കുകയുമായിരുന്നു. വിശദാംശങ്ങളുമായി വീണ്ടും അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഇത് കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസ് കഴിഞ്ഞു. ഈ ലോറി തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഓട്ടം വിളിച്ചു, പിന്നീട് തട്ടിക്കൊണ്ടുപോയി എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും ടോം, ഇതൊരു ആസൂത്രിതമായ ഒരു മോഷണമായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 11-ാം തീയതി രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ പറയുന്ന തമിഴ്നാട് സ്വദേശിയായ തമിഴ്നാട് കലയാവൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വ്യക്തിയുടെ പുതുമ പെരുമാളിന്റെ ഉടമസ്ഥതയിലുള്ള മിനി ലോറിയായിരുന്നു ഇത്. വിഴിഞ്ഞം ഭാഗത്തേക്ക് ഒരു ഓട്ടം വിളിക്കുകയായിരുന്നു. രാജേഷ്, ഇതിലെ പിടിയിലായിട്ടുള്ള രാജേഷാണ് ഈ ഓട്ടം വിളിക്കുന്നത്. അവിടെ സവാരി വിളിക്കുന്നു. അവിടെ ഈ പറയുന്ന അവിടെ എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തോട്, ഡ്രൈവറോട് ഭക്ഷണം കഴിഞ്ഞ് മടങ്ങി വരാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇവർ ഈ കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് 60ഓളം CCTV കേന്ദ്രീകരിച്ച് ഡാൻസ് ഓഫ് സംഘവും വിഴിഞ്ഞം പോലീസും ചേർന്ന് നടത്തിയ ഒരു പരിശോധനയിലായിരുന്നു ഈ പറയുന്ന 2 പ്രതികളെയും പിടികൂടിയത്. രാജേഷും ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ കാഞ്ഞിരക്കോട് സ്വദേശിയായ എഡ്വിൻ എന്ന 40. തീർച്ചയായും ഈ 2 പേരും നിരവധി വാഹനമോഷണ കേസുകളിലെ പ്രതികളാണ്. ആസൂത്രിതമായിട്ടുള്ള മോഷണമാണെന്ന് പറയുന്നു. ഈ 2 പേരും മാത്രമാണോ, അതോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ കൂടുതൽ പ്രതികളുണ്ടോ? തീർച്ചയായും ഇവരും നേരത്തെയും ഈ പറയുന്ന വാഹന മോഷണ കേസിലെ പ്രതികളാണ്. നേരത്തെയും നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. ഈ പറയുന്ന ഈ പൊളിച്ച വാഹനത്തിന്റെ ചെയ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പല ആക്രിക്കടകളിൽ നിന്നാണ് പോലീസിന് കിട്ടിയത്. ഒപ്പം ഭാഗങ്ങൾ പല ആക്രിക്കടയിൽ നിന്നാണ് കിട്ടിയത്. എന്നാൽ ചെയ്സ് കിട്ടിയത് എഡ്വിന്റെ ഗോഡൌണിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ഇവർക്ക് ഇത് വളരെ മുൻപരിചയവും കാര്യങ്ങളും ചെയ്യുന്നവരാണെന്നുള്ളത്. പക്ഷേ നേരത്തെ ചോദ്യത്തിന് ഉത്തരം ഈ പോലീസ് എന്തായാലും ഗൗരവമായി അന്വേഷിക്കും. ഇവരിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. ഈ പറയുന്ന വീണ്ടും ആൾക്കാർ ഇതിനകത്തുണ്ട്. തീർച്ചയായും അവരെയും നിരീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വാഹനം ചുരുങ്ങിയ ദിവസം കൊണ്ട്, കഴിഞ്ഞ 11-ാം തീയതി നടക്കുന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങിയ ദിവസം കൊണ്ട് പോലീസിന് പ്രതികളെയും കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും വാഹനത്തെ പ്രതികൾ പൊളിച്ച് വിൽപ്പനയ്ക്ക് ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം അവരത്ര ഒരു ഗ്യാങ് ആയിരുന്നു ആ പറയുന്ന സംഘത്തിലുള്ളതെന്നുള്ളതാണ് പോലീസും നമ്മളോട് വ്യക്തമാക്കുന്നത്. കാരണം നിമിഷ നേരം കൊണ്ട് മോഷ്ടിക്കുന്ന CCTVകൾ ഇല്ലാത്ത വളരെ വിജനമായ റൂട്ട് തന്നെ ഇതിന് ക്രമീകരിക്കുന്നു. അതായത് പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ഈ പറയുന്ന തമിഴ്നാട്ടിലേക്ക് ഈ വാഹനം നിമിഷ നേരം കൊണ്ട് കടത്തുന്നത്. കടത്തിയ സമയം കൊണ്ട് തന്നെ ഇതിനെ പൊളിച്ചിട്ട് പല വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ലോറി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തമിഴ്നാട് സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആസൂത്രിതമായി നടത്തിയ മോഷണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.